ഭയങ്കര ഇതേട്ടാ അങ്ങനെ ഞാൻ പോയിക്കാണത്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർമ്മനും പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തേ മുസ്ലിം ആവേണ്ട പെണ്ണാണ് ഞാൻ. എത്ര മുസ്ലിങ്ങൾ എന്നറിയാമോ? അത് നല്ല ചിലതൊക്കെ വിഷമമുണ്ട് സത്യം. എനിക്ക് അയ്യോ അതൊക്കെ ആലോചിക്കുമ്പം അത് പോട്ട്. അല്ല ഈ ഇങ്ങനത്തെ കിഴങ്ങ് വന്ന് കെട്ടാനും പിന്നെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആയത്. അതൊക്കെ ആലോചിക്കുമ്പം പക്ഷെ എന്നാലും ഒരു ഇത് ഞാൻ പറയാൻ കാരണം, ഈ വർഗത്തിന് ഞാനും അത് തന്നെയാണ്, ഈ ഒരു വർഗത്തിനെ കൂടുതലും കൊണ്ടുവന്ന മുസ്ലിങ്ങളാണ്. അതുകൊണ്ടാണ് എനിക്കിഷ്ടമില്ലാത്തത്. എനിക്ക് ഇഷ്ടമില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോഴും വേണം എനിക്ക് പോവാം, പക്ഷേ കൂടുതലും പോണ എസ് കൊണ്ടുപോകണത് വേറൊന്നുമല്ല. ഭയങ്കര ദുഷ്ടതാണ്. സ്വയം ജാതിക്ക് ഒരു അവിടെയൊക്കെ മക്കൾ അവിടെ നിൽക്കണം. അല്ല ഞങ്ങൾ നിൽക്കണം, അതേ വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളൊക്കെ നിൽക്കണം. എവിടെയൊക്കെ അത് സൈഡിൽ നിൽക്കുമല്ല, ഇവനൊക്കെ കൊണ്ടുപോകണം. ഏത് ജാതിയായിരുന്നു ഇവിടെയൊക്കെ കൂടുതൽ കൊണ്ടുപോകണത്. പക്ഷേ അതേ ജാതിയിൽപ്പെട്ട പോകാൻ സമ്മതിക്കില്ല. ആൻറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്. ആൻറ്റി ഞങ്ങളെ മക്കളെ കൊണ്ടുപോകാലുണ്ടരി ഞങ്ങൾ നിർത്തിപ്പിച്ചിട്ട് ഇവളൊക്കെയാണ് ഇതൊക്കെ കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത്. എന്നിട്ട് പറയണത് എന്നെ നല്ല സീരിയസ് ആയിട്ട് എന്നെ 2-3 മുസ്ലിങ്ങൾ സ്നേഹിച്ചു കേട്ടോ, ആത്മാർത്ഥമായിട്ട്. ഞാൻ ഇപ്പോൾ അവരോട് ഇരിക്കേണ്ടതാണ്. പക്ഷേ ഈ ജാതിയിൽപ്പെട്ട ഇതാണ് മുടക്കിയത്. ഇപ്പോഴും എനിക്കൊരു ഇത് ചോദിച്ചു നോക്ക്. ഇപ്പോൾ ഇതിലേക്കിനെ നടഞ്ഞൂടാ. അവളെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് ഇവന്മാർ അവളുകൾക്ക് സൈഡ് നിൽക്കും. ഇവന്മാർ സൈഡിക്കാത്തതുകൊണ്ടാണ് ഈ കണ്ട മുസ്ലിങ്ങളെല്ലാം ഈ അന്യജാതിയിൽപ്പെട്ടതൊക്കെ അവളെ കൊണ്ടുപോകണത്. അപ്പോൾ ഇവന്മാർ സൈഡിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയണത്. അതുകൊണ്ട് പിന്നെ പൊന്നു മക്കളെ, ഇതിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൊടുക്കരുത്. തിന്ന് ഇറക്കണതിന് മുമ്പേ നിന്നെയൊക്കെ വെട്ടും. അങ്ങനത്തെ ഇതാണ്. പക്ഷേ എല്ലാവരും അപൂർവം ചിലർ കാണും കേട്ടാ. ഞാനും അങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത് ദൈവങ്ങളായിരുന്നു ശരി, മനുഷ്യനായിരുന്നു ഞാൻ ചോറിന് നന്ദിയുള്ളൂ തന്നെയാണ്. പിന്നെ ഉടായ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലായി. അങ്ങനെയാണ് എനിക്ക് ഇത് തേപ്പ് ഇടുന്നു. എന്നിട്ട് കെട്ടിയവൻ്റെന്നും കൂടെ അതായപ്പോൾ എനിക്ക് ഡൗട്ടാണ്. ഞാൻ അങ്ങനെ തരുന്നുണ്ട്. അല്ലാതെ എൻ്റെ ഇതിന് നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്യുകയില്ല, ചെയ്തിട്ടില്ല. ഞാൻ മാനി അടിക്കണമില്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ദൈവങ്ങൾ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ ഇടയിൽ പിടിച്ച് നിൽക്കേണ്ട ഒരു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പോകാം. അങ്ങനെ ഞാൻ അത് പറയണതിന് സത്യം. എനിക്ക് ചിലയിടത്ത് എനിക്ക് സ്നേഹമുണ്ട്, എന്നാലും എനിക്ക് ഒരു ഇത് കൂടുതലും ഈ വർഗത്തിനെ കൊണ്ടുപോകുന്നത് ഇതാണ് മുസ്ലിങ്ങൾ. ഇപ്പോൾ എല്ലാ ജാതിയും ഉണ്ടല്ലോ കൊണ്ടുപോകണത്. ആകുമ്പോൾ അവൻ്റെയൊക്കെ നല്ല കിഴിങ്ങി മയങ്ങി ചക്കര അടിച്ചൊക്കെ നിൽക്കും. അഭിനയമൊക്കെ ഉണ്ട്, നല്ല അഭിനയങ്ങൾ. ഈ അതേ ഇതിലുള്ള ചിലർക്ക് നിൽക്കണം അവിടെ അങ്ങനെ നിൽക്കണം. ഇവൾക്ക് മാത്രം അങ്ങ് ഓരോരുത്തന്മാരോടും പോയി ഇതാക്കിക്കണം. ഇപ്പന്മാർ സൈഡിൽ നിൽക്കേണ്ട അവന്മാർ എവിടെ കണ്ട നിൽക്കാതെ അങ്ങനെ യവന്മാരോട് അന്യജാതിയിലുള്ളവന്മാരത്ത് എവിടെ കയറി തലയിൽ കയറി ചാടണത്. മിക്കണം തലയിൽ കയറി ചാടാൻ. അപ്പം യവന്മാരുണ്ട് സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ തലയിൽ കയറി ചാടുന്നത്. എന്നിട്ട് അതേ ഇതിലുള്ള സിയിലുള്ള വേറെ അങ്ങനെ തന്നെ നീയോ അവനൊക്കെ നിൽക്കാൻ മൂറ്റിൻ്റെ എൻ്റെ കുട്ടികളെ കൊണ്ട് പണി. ഇപ്പം അത് ഈശ്വരൻ കേൾക്കാൻ ഞാൻ പറയണം. എവിടെയാണ് മിക്ക സ്വയം ജാതിയിലുള്ള ഇതെല്ലാം മുടക്കുന്നത്. ചിലതിനൊക്കെ എൻ്റെത് എത്ര എണ്ണം പറയും. അപ്പോൾ എൻ്റെത് എത്ര എണ്ണം മുടക്കി, എത്ര എണ്ണം എനിക്ക് എൻ്റെ എത്രയും സ്നേഹമുള്ളത് ഞാൻ വേണ്ടി നിന്നത് തന്നെ. അപ്പോഴും പറയും അവൾ അങ്ങനെയാണ് അമ്മ അങ്ങനെയാണ് വീഡിയോണ് ഇങ്ങനെയാണ് അവൾ അങ്ങനെയാണ് അങ്ങനെ നടക്കണവളാണ് ഇങ്ങനെ നടക്കണവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അവർക്ക് കാണുമ്പോൾ വരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് കുടുംബമൊക്കെ ആയി എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഗം പറയാതിരിക്കാൻ വയ്യ. ഇതിനാകുമ്പോൾ കൂടുതൽ പേര് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ടുന്നത്. പിന്നെ മറ്റെല്ലാം കലിപ്പ്, നമ്മളെ ഫേസ്ബുക്കെല്ലാം കലിപ്പ്, എല്ലാത്തിലും കൂടെ ആയാൽ അതൊരിതല്ലേ. അതുകൊണ്ടാണ് എനിക്ക് മുസ്ലിം ഇത് ഇഷ്ടമല്ലത്. കാരണം ഇവിടെയുള്ള കൂടുതലും കൊണ്ടുപോയത് മുസ്ലിങ്ങളില്ല. പിന്നെ അല്ലാതെ ജാതിയിലും കൊണ്ടുപോകുന്നുണ്ട്.
പക്ഷേ എവളുള്ളവന്മാർ അതേ ജാതിയിലുള്ള പോകാൻ സമ്മതിക്കില്ല. അതാണ് ഈ വർഗം SC.